അതിനിടെ പരാതിക്കാരിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ച തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ CPO അനീഷിനെ സസ്പെൻഡ് ചെയ്തു. രാവിലെയായ ഗുഡ് മോർണിംഗ്, രാത്രിയായ ഗുഡ് നൈറ്റ്, പിന്നെ സുഖമല്ലേ എന്നുകൂടിയാണ് ചോദ്യം. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് ഈവനിങ് പ്രവീൺ. നമ്മൾ പീച്ചിയിലും കുന്നംകുളത്തെയും കഥകൾ കേട്ടു, പത്തനംതിട്ടയിലുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയമാണ്. 13 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരനെ പ്രമോഷൻ കൊടുത്ത് DYSP ആക്കിയിരിക്കുന്നു പിണറായി സർക്കാർ എന്നുള്ളതാണ് മുൻ SFIയുടെ ഭാരവാഹിയുടെ പ്രതികരണം. മാത്രമല്ല ഇന്ന് മറ്റൊരു കേസ് കൂടി വന്നിട്ടുണ്ട് അനീഷിനെതിരെ. എന്താണ് ഈ കേസിലേക്ക് നിജസ്ഥിതി പ്രവീൺ പുരുഷോത്തമൻ? അരുൺ, UDF ഭരണകാലത്ത് 2012 ഒക്ടോബറിൽ കോന്നി പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടർ മധുബാബു തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് SFI മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തന്നിത്തോടിന്റെ പരാതിക്കിടയാക്കിയ സംഭവം നടക്കുമ്പോൾ SFI കോന്നി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ജയകൃഷ്ണൻ തന്നിത്തോട്. അന്ന് കോന്നി മേഖലയിൽ കലാലയങ്ങളിൽ SFIക്കായിരുന്നു ഭൂരിപക്ഷമെന്നും SFIയെ പരാജയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അന്ന് മന്ത്രിയും കോന്നി MLAയുമായിരുന്ന അടൂർ പ്രകാശിന്റെ നിർദ്ദേശപ്രകാരമാണ് തന്നെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് മർദ്ദിച്ചതെന്നും ജയകൃഷ്ണൻ തന്നിത്തോട് ആരോപിക്കുന്നു. ജില്ലാ പോലീസ് മേധാവി സർക്കിൾ ഇൻസ്പെക്ടർ മധുബാബുവിനെതിരെ റിപ്പോർട്ട് നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ജയകൃഷ്ണൻ തന്നിത്തോട് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്റെ പരാതി അറിയിച്ചിട്ടുണ്ട്. തന്നെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ജയകൃഷ്ണൻ തന്നിത്തോടിന്റെ ആവശ്യം. തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ യുവതിക്ക് വാട്സാപ്പിൽ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് സന്ദേശം അയച്ച തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ CPO സുനിലിനെ സസ്പെൻഡ് ചെയ്തു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ CPO സുനിലിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്നാണ് സസ്പെൻഷൻ നടപടി. അരുൺ.